ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ടെക്നിക്ക് ലേൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയും ഉണ്ട്, കളർ ഫിലിമും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമും ഉണ്ട്. രണ്ടിനും രണ്ട് കെമിസ്ട്രിയാണ്. അത് മൊത്തം രണ്ട് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ഒന്ന് കെമിസ്ട്രിയും മറ്റൊന്ന് ഫിസിക്സും. ഈ രണ്ട് വസ്തുക്കളെ ബേസ് ചെയ്തിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ വളരെ ചുരുക്കം പറയാം, ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കെമിസ്ട്രി അപ്പാടെ പോവുകയും ഫിസിക്സ് മാത്രമായി മാറുകയും ചെയ്തു. ഇതാണ് ഒരു ചെറുതായിട്ട് പറഞ്ഞ ഇത്. പക്ഷെ ആ ഷിഫ്റ്റ് എനിക്കൊത്തിരി 2000-ലൊക്കെയാണ്. ഞാനാണ് അവസാനം, ഞാൻ MA പഠിക്കുമ്പോഴാണ് അവസാന ബാച്ച് ഈ ഡാർക്ക് റൂം ടെക്നിക്സ് ഒക്കെ പഠിക്കാനായിട്ട് ഈ സറൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈനിൽ വരുന്നത്. ലാസ്റ്റ് ബാച്ചാണത്. ബിക്കോസ് ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലബോറട്ടറിയൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ്, ഫോട്ടോഗ്രാഫി ലാബോറട്ടറി എന്നാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ലാബിലേക്ക് മാറി നെക്സ്റ്റ് ഇയർ ആയപ്പോൾ. അപ്പോൾ ഈ എല്ലാ മൊത്തത്തിലുള്ള നമ്മളുടെ ആളുകളുടെ ഒരു മനസ്സിലുള്ള വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നത് ഇത് ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ഈ പണി നിർത്തും. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്ക് മാറിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വേറെ വഴിക്ക് പോവും എന്നാണ് ധരിക്കുക. പക്ഷെ ടെക്നിക്കല്ല ഫോട്ടോഗ്രാഫി, ആർട്ടാണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അതെന്നെ പഠിപ്പിച്ചത് ശരിക്കും ഈ യൂറോപ്യൻസാണ്. ഇത് ഫോട്ടോഗ്രാഫി ടെക്നിക്ക് മാത്രമല്ല, അത് ശരിക്കൊരു വേ ഓഫ് എക്സ്പ്രഷനാണ്. അതിനിപ്പോൾ ടെക്നോളജി മാറിയതുകൊണ്ട് അതൊരിക്കലും മാറാൻ പോണില്ല. ദാറ്റ് യു കീപ്പ് ഓൺ ഡു ഇറ്റ്. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ കൊച്ചിയിൽ 2000-ൽ ഈ സ്റ്റുഡിയോ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മെറ്റീരിയൽസ്, ഫിലിം, അതിൻ്റെ കെമിസ്ട്രി, അതിൻ്റെ മറ്റ് ഒരുപാട് എൻ്റെ ക്യാമറാസ്, ഇതെല്ലാം സ്ലോലി ഡിസപ്പയറിങ്. സ്റ്റോക്കില്ലാതെ വരുന്നു, ഫിലിം കിട്ടാതെ വരുന്നു. അപ്പോഴും എനിക്കൊരു ഗുണമുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂറോപ്പിൽ പോയി തിരിച്ചു വരുന്ന ആളായതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ പോയി എന്തെങ്കിലും ചില്ലറ പഠിപ്പിക്കൽ ജോലി ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മാസം പഠിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ബാക്കി 10 മാസം കൊണ്ട് താമസിക്കാനുള്ള കാശുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മട്ടാഞ്ചേരിയിൽ ഈ സ്റ്റുഡിയോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതില്ലാത്തതുകൊണ്ടാണ് മറ്റു പല ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്താൻ പറ്റാതെ വന്നത്. ഞാനെപ്പോഴും കൊല്ലത്തിലെ ഒരു 2 മാസം എനിക്ക് വിസ ഉണ്ട്, അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് അവിടുത്തെ. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നിന്ന് 2 മാസം എന്തെങ്കിലും ജോലി, ചിലപ്പോൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി എടുക്കും. ചില സമയത്ത് ഞാൻ അവിടെ ഈ ഡിസ്നി സ്റ്റുഡിയോസ് ഉണ്ട്, അവരുടെ ഈ കാർട്ടൂൺ സിനിമകൾക്ക് കളറിങ് പരിപാടിയുണ്ട്. അപ്പോൾ അവർക്കൊരു കളർ ചാർട്ട് തരും. അത് നമുക്ക് അതിനകത്ത് ഇപ്പോൾ മിക്കി മൗസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പച്ച, അതിന് നമ്പറാണെല്ലാം ഈ ഡിജിറ്റലായതുകൊണ്ട് ++221 ഇങ്ങനെയൊക്കെ പറഞ്ഞ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ആ കളർ നമ്പർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ കളർ വരും. അപ്പോൾ ഓരോ കളറും നമുക്ക് അത് മണിക്കൂറിന് എങ്ങനെ പോയാലും ഒരു 50 പൗണ്ട് 60 പൗണ്ട് കാശ് കിട്ടും. ഒരു 4-5 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ജീവിക്കാനുള്ള കാശ് കിട്ടും അതുകൊണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പണികൾ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഇനി അത് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെറിയ ഇന്ത്യൻ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ടോക്ക്. കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന സറൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈനിൽ അവിടെയുള്ള
പ്രോഗ്രാം ലീഡേഴ്സിനൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നല്ല സ്റ്റുഡൻ്റാണ് ഇരുന്നാലും. അവർക്കെല്ലാം എന്നോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റഡ് ആണ് എൻ്റെ വർക്കുകളുമായിട്ടും. അപ്പോൾ എന്നെ വിളിക്കും ഇടയ്ക്ക്, പുതിയ ബാച്ചൊക്കെ വരാൻ നേരത്ത് ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്ത്യയിൽ എന്ത് തരം ഫോട്ടോഗ്രാഫിയാണ് നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ സ്ലൈഡ് പ്രദർശനം എൻ്റെ വർക്കുകളും കാണിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതും കിട്ടും കുറച്ച് കാശ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ 2 മാസം അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മാസം എനിക്കിവിടെ ജീവിക്കാനുള്ള കാശ് കിട്ടും. എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണം. എനിക്ക് ഒരാൾ പോലും ഒരു വർക്ക് പോലും എൻ്റെ വാങ്ങിയില്ലെങ്കിലോ ഒരു അസൈൻമെൻറ്റോ കമ്മീഷൻ വർക്കോ എനിക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസ്ഡ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ വർക്കുകൾക്കൊക്കെ അങ്ങനൊരു ക്വാളിറ്റി ഉണ്ടായി. ബിക്കോസ് ഞാനിവർ ആരും ഒബ്ലിഗേഷൻ ഇല്ല എനിക്കിത് ഒരു മാർക്കറ്റുമായിട്ട് ഒരു ഒബ്ലിഗേഷൻ ഇല്ല. എനിക്കൊരു ഗാലറികളായിട്ട് എനിക്ക് യാതൊരു അവരുടെ ഇഷ്ടത്തിന് എനിക്ക് പണിയെടുക്കണ്ട. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, എനിക്കിഷ്ടമുള്ളത്, എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് സ്വാതന്ത്ര്യത്തോടെ അതെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. ആ സമയത്തൊക്കെ എനിക്കങ്ങനെ വലിയ വ്യാപാരത്തിൽ ഈ ആർട്ടിൻ്റെ ഒരു ഇക്കോണമി ഉണ്ട്, അതിലെനിക്ക് ബന്ധപ്പെടാനോ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്കതിനെക്കുറിച്ച് ചില സമയത്ത് എനിക്ക് ചില പരാധീനതകളൊക്കെ വരാൻ നേരത്ത് കാശൊക്കില്ലാത്ത വരുമ്പോൾ ഞാൻ ആലോചിക്കുമോ അന്നുള്ളവരാണ് ഇന്നൊക്കെ ഉള്ള ഇന്നത്തെ വലിയ കൊമ്പം പാർട്ടീസുകളൊക്കെ. അന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ പല നല്ല നല്ല ഗ്യാലറികളായിട്ടും അവരായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. അവരൊക്കെ എന്നെ നിരന്തരം ചോദിക്കുമായിരുന്നു എൻ്റെ വർക്കുകൾ. ഞാൻ പിന്നെ അവരോട് കൊടുക്കാതായിട്ട് അവരോടത്തൊക്കെ വളരെ നെഗ്ലക്റ്റ് ചെയ്തിട്ടും ഐ ഡോണ്ട് കെയർ. ബിക്കോസ് എനിക്ക് വേറെ വരുമാനമുണ്ട്, ഐ ഹാവ് വേറെ ജോബുണ്ട്. ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു ആ കാര്യത്തിൽ. ഞാൻ ഈ ടെക്നോളജി വിരോധക്കാരനായിരുന്നില്ല. ഐ അപ്രിഷ്യേറ്റ് ദിസ് തിങ്. ഐ വാസ് വെരി ഇൻ ടു ദാറ്റ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതിനെ അമാൽഗമേറ്റ് ചെയ്ത് ഡിജിറ്റലും അനലോഗും അമാൽഗമേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ചില ഡിജിറ്റൽ ഇമേജസ്, പിന്നെ അനലോഗ് ഇമേജസ് എൻ്റെ പഴയത് ഞാൻ സ്കാൻ ചെയ്ത് അതിനെ ആദ്യമായിട്ട് മട്ടാഞ്ചേരി ആ ഭാഗത്തൊക്കെ ആദ്യം കമ്പ്യൂട്ടറുള്ള ഒരാൾ ഞാനാണ്. അപ്പോൾ ഞാനിതിനകത്തൊക്കെ ഒന്നാമത്തെ കാര്യം ഐ എം ട്രെയിൻഡ്. ഞാൻ സിലിക്കൺ ഗ്രാഫിക്സിലൊക്കെ ട്രെയിൻഡാണ് ആ സമയത്ത്. ഇവിടെ ആരുമൊക്കെ അറിയാത്ത സമയത്ത് തന്നെ ഞാൻ ട്രെയിൻഡാണ് ഇതിനകത്ത്. അപ്പോൾ സോ ദാറ്റ് ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ ടു ഓവർകം ദാറ്റ്. വേറെ പല ആൾക്കാർക്കും അത് ഭയങ്കര ഇഷ്യൂ ആയി. പലരും ഈ പണി നിർത്തി. എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സും ഇതൊക്കെ, പിന്നെ ചിലരൊക്കെ ഭയങ്കര അഡമൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ഹ്യൂമൻ സ്കില്ലിനെ തകർത്ത് കളയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ ആ സമയത്ത് ഭയങ്കരമായിട്ട് കമ്പ്യൂട്ടറിനെതിരായിരുന്നു, ഭയങ്കര കമ്പ്യൂട്ടർ വിരോധമായിരുന്നു. അതാണെന്ന് എനിക്ക് പാതി അവർക്ക് ഈ പറഞ്ഞ ലാസ്റ്റിൽ ഒരു 10-50 വർഷം പിന്നോട്ട് പോയേക്കണത്. ബിക്കോസ് ഇതൊന്നും ഇല്ലാത്ത തന്നെ ഇതൊക്കെ അവരുടെ അണികളൊക്കെ അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് പറയും. ഇപ്പോൾ AI കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ പോലും എടുക്കണ്ട. ഇപ്പോൾ യു ജസ്റ്റ് സേ ടു ദ മെഷീൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഡാറ്റയാണെങ്കിൽ. ഇപ്പോൾ പിന്നെ ബീറ്റ വെർഷൻ ആയതുകൊണ്ട് അധികം ഇൻപുട്ടില്ല. കുറച്ച് ആളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഡീറ്റെയിൽഡ് ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഇവൻ്റ് ഫോട്ടോഗ്രാഫി, ഇവൻ്റ് വീഡിയോ, ഇതിൻ്റെയൊക്കെ അന്ത്യമാണ് ആക്ച്വലി. ലൈക്ക് ദേ ഹാവ് ടു തിങ്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇതിനെ മനസ്സിലായ? ഇപ്പോൾ കോടതിയിൽ നടക്കണ ഒരു കേസ് നമുക്കിപ്പോൾ വേണമെങ്കിൽ AI വെച്ചിട്ട് അതിനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ദിലീപ്പും ഭാവനയും തമ്മിലുള്ള കേസ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇതുവരെയും ഇൻ ക്യാമറയാണ്. അത് ക്യാമറയിൽ പതിയാത്ത ഒത്തിരി കാര്യങ്ങളാണ്, കോടതി പ്രാക്ടീസുകളൊന്നും തന്നെ. പക്ഷെ ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഈ ടെലിവിഷൻ മീഡിയക്കൊക്കെ അതങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ
അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വീഡിയോ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് നിങ്ങൾ സെർച്ച് ഫോർ ട്രൂത്ത്. അതിനകത്തൊരു ട്രൂത്ത് എന്ന് പറഞ്ഞത് അതിൻ്റെ ട്രൂത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഫോട്ടോഗ്രാഫി വാസ് എ എവിഡൻസ്. ഒരു കോടതിക്ക് എവിഡൻസ് ആയിട്ട് ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് ഈ ഫോട്ടോ ജേർണലിസ്റ്റിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു റൈറ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതൊരു എവിഡൻസ് ആയിരിക്കും. ഇനി അവർ ഇന്ത്യയിൽ അത് ഉണ്ടാവാതിരിക്കും, അങ്ങനെ ഒരു സംഭവം. പക്ഷെ അതൊക്കെ വെറുതെ പോയി. അങ്ങനെ ഇപ്പോൾ കോടതി തന്നെ അതിനെ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ ഫോട്ടോഷോപ്പ് ഇറങ്ങിയതോടുകൂടി അവരതിനെ സ്വീകരിക്കാതായി. ശരിക്കും ഓൺഗോയിങ് നോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കെമിസ്ട്രി ഉപയോഗിച്ചിട്ടുള്ള ഈ ഇമേജ് മേക്കിങ്ങിന് അവിടെ ഒരു തട വന്നല്ലോ. അപ്പോൾ പിന്നെ നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തലച്ചോറിനെ കുറിച്ച് ആലോചിക്കുമല്ലോ, എന്ത് ചെയ്യും എന്നുള്ളത്. പിന്നെ നമുക്ക് ഈ നിരന്തരം നമ്മുടെ ചിന്തകളിങ്ങനെ ഒരു ഫ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടിച്ചെടുത്താൻ പറ്റില്ല. അപ്പോൾ ഈ ചിന്തകളെ എങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുക? അല്ലെങ്കിൽ എനിക്കങ്ങനെ പ്രസംഗം വയ്ക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും വലിയ വശമുള്ള ആളല്ല. അപ്പോൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു റിലീഫ് ശരിക്കും. അല്ലെങ്കിൽ അതിങ്ങനെ സ്ട്രെസ്ഡ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ എപ്പോഴും. പിന്നെ റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ്. ഇതിനൊരു ഏതെങ്കിലും വിധത്തിൽ നമ്മളിതിനെ പുറത്തെത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിങ്ങനെ എപ്പോഴും തിങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പോസിബിലിറ്റി എല്ലാത്തിനും ഉപയോഗിക്കാൻ ശ്രമിക്കും. അല്ലാതെ നമ്മൾ ഒരു യാന്ത്രികമായിട്ട് ഇത് വന്നതല്ല. അത് ശരിക്കും ഒരു ഓർഗാനിക് ഡെവലപ്മെൻ്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അത് യാന്ത്രികമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അതൊരു യാന്ത്രികതയാണെന്ന്. അത് പിന്നെ ഈ AI മാതിരിയൊക്കെ ഇരിക്കും. അത് AIക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം വരാൻ പോണ അതാണ്. അതിൻ്റെ ഒരു യാന്ത്രികത അതിനകത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ അത് ചിന്തയിലൂടെ മാത്രമേ അത് പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ അയാന്ത്രികമായിട്ട് ചിന്തിക്കേണ്ടി വരും. മെക്കാനിക്കലല്ലാതെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ്. അപ്പോൾ നോൺ ലീനിയറായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് ഇനി ഈ ആർട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം ഈ ചലഞ്ച്. പ്രത്യേകിച്ച് എൻ്റെ മീഡിയം ഫോട്ടോഗ്രാഫി ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് രേഖപ്പെടുത്തുന്നത് ഈ വിഷ്വൽ ആർട്ടിൻ്റെ ഇടയിൽ. ആ സമയത്ത് മുഴുവൻ ശില്പങ്ങളും പെയിൻറ്റിങ്ങുകളും നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 18th century എൻഡിൽ ഫോട്ടോഗ്രാഫി ഇൻവെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതൊരു ഇൻവെൻഷനായിരുന്നു. അത് വെറും ഒരു ഇൻവെൻഷനാണ്. അപ്പോൾ ഈ ഇൻവെൻഷന് ആണ് പിന്നീട് ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദീക്ഷാശാലികളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ AIക്ക് ഉണ്ടാവും, സംഭവിക്കും. അത് തന്നെ ഉണ്ടാവും.